ഓം ശാന്തി. ഞാൻ ഒരു ആത്മാവാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ബാബയുടെ മുന്നിലാണ്. ബാബ് ദാദ എൻ്റെ മസ്തകത്തിൽ തൻ്റെ വരദാനി കൈ വെച്ചിരിക്കുകയാണ്. ബാബയുടെ വരദാനി കൈകളിൽ നിന്നും ഗോൾഡൻ പ്രകാശം എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യവിധാതാവായ ബാബ് ദാദ ആത്മാവായ എന്നെ ശ്രേഷ്ഠമായ ഭാഗ്യവാനാക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിൽ സർവശക്തികൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഉയർന്നതിൽ വെച്ച് ഉയർന്ന വരദാനം പ്രാപ്തമാക്കുന്ന യോഗ്യ ആത്മാവാണ് ഞാൻ. ഞാൻ അത്യന്തം ഹർഷിതനാണ്. എന്നെ നോക്കി ബാബയും ഹർഷിതമായി കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൻ്റെ സത്യമായ ഹർഷമായ വൈബ്രേഷൻ മുഴുവൻ ലോകത്തിലും പരന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈബ്രേഷൻ ഈ മുഴുവൻ ലോകത്തിലെ ദുഃഖത്തെ ദൂരെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. സർവ്വ ആത്മാക്കൾക്കും ബാബയുടെ അനുഭവം ഞാൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത സേവനം ചെയ്യുന്ന പരമാത്മാവിൻ്റെ സേവാ കൂട്ടുകാരനാണ് ഞാൻ. എൻ്റെ ഓരോ കർമ്മത്തിലും ഓർമ്മയും സേവനവും അടങ്ങിയിരിക്കുന്നു. ഞാൻ കർമ്മയോഗിയാണ്. എങ്ങനെയാണോ ആത്മാവും ശരീരവും ഒരുമിച്ചിരിക്കുന്നത്, അതേപോലെ എൻ്റെ ഓർമ്മയും സേവനവും എപ്പോഴും ഒരുമിച്ചാണ്. എനിക്ക് സ്വതവേ തന്നെ സമാനങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ സഹജവും ശക്തിശാലിയുമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ സ്വമാനധാരിയാണ്. ബാബയ്ക്ക് സമാനം ദാതാവാണ്. ഞാൻ എടുക്കുന്ന ആത്മാവല്ല, കൊടുക്കുന്ന പൂജ്യ ആത്മാവാണ്. സമയത്തിൻ്റെ വിളിയെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമയമനുസരിച്ച് എന്നിലെ ദാതാവിൻ്റെ ഗുണം പ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ പരിധിയില്ലാത്ത മനോവൃത്തിയുള്ള ആത്മാവാണ്. സദാ സമ്പന്നതയാൽ നിറഞ്ഞിരിക്കുകയാണ്. ആര് എങ്ങനെയുള്ളവരായാലും എന്തു തന്നെയായാലും എനിക്ക് നൽകുക തന്നെ വേണം. ഞാൻ ക്ഷമയുടെ മാസ്റ്റർ സാഗരനാണ്.
ആര് ബഹുമാനം തന്നാലും ഇല്ലെങ്കിലും എനിക്ക് കൊടുക്കുക തന്നെ വേണം. പരിധിയുള്ള സംസ്കാരങ്ങൾക്ക് വശപ്പെട്ട ആത്മാക്കൾക്കും എനിക്ക് സഹയോഗം നൽകുക തന്നെ വേണം. ഞാൻ ആരുടെയും പ്രഭാവത്തിലേക്ക് വരുന്നതേയില്ല. ആരുടെയെങ്കിലും പെരുമാറ്റമോ വാക്കോ കർമ്മമോ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനെ ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ സ്വീകരിക്കുന്നതേയില്ല. മനസ്സിൽ കൊണ്ടുവരിക അർത്ഥം അത് സ്വീകരിച്ചുവെന്നാണ്. ഞാൻ എടുക്കുന്ന ആത്മാവല്ല, കൊടുക്കുന്ന ആത്മാവാണ്. സർവർക്കും കൊടുക്കുന്ന പൂജ്യ ആത്മാവാണ്. എടുക്കുന്ന ആത്മാവാകുന്നതിന് പകരം ശുഭഭാവനയും ശുഭകാമനയും എല്ലാവർക്കും നൽകുന്നു. എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും എന്നും ഞാൻ കാലിയാക്കി വയ്ക്കുന്നു. ഇപ്പോൾ ഒരു ദൃശ്യം എൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പെട്ടി. അതിനുള്ളിൽ അനേകം സ്വർണ്ണ നാണയങ്ങൾ. എന്നാൽ അതിനു മുകളിൽ അനാവശ്യ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിട്ടും അത് ഉപകാരത്തിനില്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സമയം കണ്ടെത്തി മനസ്സ് വെച്ച് അതിലെ അനാവശ്യ സാധനങ്ങൾ ഓരോന്നായി അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അതിനുള്ളിലെ അമൂല്യമായ സ്വർണ്ണ നാണയങ്ങൾ ഉപകാരപ്രദമാകുന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ മനസ്സ് വെച്ച് എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മുഴുവൻ വ്യർത്ഥ ഭാവനകളും സംസ്കാരങ്ങളും ഞാൻ കാലിയാക്കുകയാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും ഇപ്പോൾ പൂർണ്ണമായും സ്വച്ഛമായി കഴിഞ്ഞിരിക്കുന്നു. ശുദ്ധമായ ഹൃദയം കൊണ്ട് സദാ ബാബയുടെ കൂട്ടുകാരനായിരിക്കുകയാണ്. സത്യമായ ഹൃദയത്തിലാണ് ഭഗവാൻ സംപ്രീതനാവുക. ഞാൻ നിരന്തരം സേവാദാരിയും ദാതാവുമാണ്. എനിക്ക് ബാബയിൽ നിന്നും സർവപ്രാപ്തികളുടെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ എന്നെ രക്ഷിക്കുന്നവനാണ്. എനിക്ക് ഒരു ഇച്ഛയുടെയും ആവശ്യം തന്നെയില്ല. ഇത് ഇങ്ങനെയാകണം, ഇത് ഇങ്ങനെ ചെയ്യണം, ഇവരെന്നെ സഹായിക്കണം, ഇവർ മാറിയാലേ ഞാൻ മാറുകയുള്ളൂ, ഈ കാര്യം ശരിയാകുകയാണെങ്കിൽ ഞാനും ശരിയാകും. ഇങ്ങനെയുള്ള എല്ലാ ഇച്ഛകളിൽ നിന്നും അപേക്ഷകളിൽ നിന്നും ഞാനിപ്പോൾ തികച്ചും മുക്തനാണ്. ഞാൻ ഇച്ഛാമാത്രം അവിദ്യനാണ്. എനിക്ക് സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും ഒന്നും നേടുന്നതിൻ്റെ ഒരു ഇച്ഛയുമില്ല. ഞാൻ സർവർക്കും കൊടുക്കുന്ന പൂജ്യ ആത്മാവാണ്.
സർവരുടെയും ഇഷ്ടദേവിയാണ്, ഇഷ്ടദേവനാണ്. ഞാൻ ബാബയുടെ സദാകാലത്തെ കൂട്ടുകാരനാണ്. എൻ്റെ ഓർമ്മയില്ലാതെ ബാബയ്ക്കും ഇരിക്കാൻ കഴിയില്ല, എനിക്കും ബാബയില്ലാതെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ ബാബയോടൊപ്പം സദാ കമ്പൈൻഡായിരിക്കുകയാണ്. ഓം ശാന്തി.